സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഉയർന്നുവന്ന ആരോപണത്തിൽ കേന്ദ്ര നേതൃത്വം കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ്. കേരളത്തിൽ നിന്ന് 10ലേറെ സീറ്റുകൾ വിജയിക്കുമെന്ന് ഉറപ്പു പറഞ്ഞിട്ട് ജയിക്കാൻ സാധിച്ചത് 3 സീറ്റുകളിൽ മാത്രം. കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന നേതാക്കളുടെ വാക്ക് വിശ്വസിച്ച് ബി.ജെ.പി. കേരളത്തിലേക്ക് ഒഴുക്കിയത്. തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണം പക്ഷേ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാര്യമായി ചെലവഴിച്ചിട്ടില്ല. ഇതെല്ലാം പല നേതാക്കളും പങ്കിട്ടെടുത്തതോടെയാണ് ബി.ജെ.പി. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഈ രീതിയിൽ വകമാറ്റി നേതാക്കന്മാരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഇതിനു പിന്നാലെ സംസ്ഥാനത്തെ ബി.ജെ.പിയെ പിരിച്ചുവിട്ട് പുതിയ നേതാക്കൾക്ക് ചുമതല നൽകുവാനും ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. വമ്പൻ അഴിച്ചുപണിയാണ് ബി.ജെ.പിയുടെ കേരള ഘടകത്തിന്റെ തലപ്പത്ത് നടക്കാൻ പോകുന്നത്. പല വലിയ തലകളും ഉരുളുമെന്ന് ഉറപ്പാണ്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനാധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പല പ്രമുഖ സ്ഥാനാർത്ഥികളെയും തരം താഴ്ത്തുവാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാനുമുള്ള സാധ്യതകളും മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാനുള്ള 3.5 കോടി രൂപയുടെ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം നൽകുന്ന കൊടികൾ ലഭിക്കാൻ വൈകിയ സാഹചര്യം മുതലെടുത്ത് പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഒരു തട്ടിക്കൂട്ട് സ്വകാര്യ കമ്പനി രൂപീകരിച്ച് കരാർ നൽകുകയായിരുന്നു. ഈ ഇടപാടിലൂടെ ഒരു സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച നേതാവും ചേർന്ന് 54 ലക്ഷം രൂപ കമ്മീഷനായി കൈപ്പറ്റിയെന്ന് പാർട്ടി ട്രഷറർക്ക് വിവരം ലഭിച്ചിരുന്നു. പിന്നാലെ കേന്ദ്രം അയച്ച കൊടികൾ ഉപയോഗിക്കാതെ പാർട്ടി ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ 54 ലക്ഷം രൂപ തിരികെ പാർട്ടി ഫണ്ടിലേക്ക് അടയ്ക്കാൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. നേതാക്കൾ കണ്ട ഭാവം നടിക്കുന്നില്ല. ഇതോടെയാണ് നിർബന്ധിത നടപടികളിലേക്ക് ബി.ജെ.പി. കടക്കുന്നത്. ഹെലികോപ്റ്റർ, വാഹന വാടക ഇനങ്ങളിലും ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രചരണത്തിനായി 3 ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂർ പറക്കാൻ കരാർ നൽകിയെങ്കിലും ആകെ ഉപയോഗിച്ചത് 42 മണിക്കൂർ മാത്രമാണ്. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുത്ത 200 കാറുകളിൽ പകുതി പോലും ഉപയോഗിക്കാതെ തന്നെ ട്രിപ്പ് ഷീറ്റുകളിൽ തിരിമറി നടത്തി 1 കോടിയോളം രൂപ തട്ടിയെടുത്തതായും പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കായി കോടികൾ ചെലവാക്കിയതിലും പരാതി ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന സംസ്ഥാന സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരെ നിലവിലെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ ഇവർക്ക് ഭാരവാഹിത്വം ഉണ്ടാകില്ല. തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത മറ്റൊരു സംസ്ഥാന സെക്രട്ടറിക്കും സ്ഥാനം നഷ്ടമായേക്കും. വിവാദങ്ങൾ പുറത്തുവന്നതോടെ ഇവരെ സംരക്ഷിക്കുന്നവർക്കെതിരെയും പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാണ്. അച്ചടക്ക നടപടികൾ പാർട്ടിയുടെ ആഭ്യന്തരകാര്യമാണെന്നും അത് പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്ന ഒന്നല്ലെന്നുമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. എന്നാൽ ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കാനെത്തിയ അധ്യക്ഷന് അതേ കാലയളവിൽ തന്നെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ക്രമക്കേടിൽ പങ്കുള്ളവരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുന്ന വിവരം സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നടപടി നേരിടുന്നവരെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് മാധ്യമങ്ങൾ പുറത്തുവിടും. എന്തായാലും വലിയ കൊള്ളയാണ് ബി.ജെ.പിക്കാർ തന്നെ അവരുടെ അക്കൗണ്ടിലൂടെ നടത്തിയിരിക്കുന്നത്.